ഹലോ നമസ്കാരം. ദൃശ്യം ദൃശ്യം 3 ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കത് കാണാം. ഞാൻ കുറച്ചല്ല വല്ലാതെ വൈകിപ്പോയി. നിങ്ങൾ ഓൾറെഡി ട്രെയിലറും മറ്റ് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും സാരില്ലെന്നേ, വിരോധമില്ലെങ്കിൽ എന്നെ കൂടി ഒന്ന് കണ്ടേക്കൂ. 2 മിനിറ്റ് 6 സെക്കൻഡിന്റെ ട്രെയിലർ. കമോൺ എവരിബഡി. യെസ്. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതറിയാം, കൃത്യമായിട്ട് അറിയാം. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതിയിൽ കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. You witnessed his defense, ആളൊരു കുറുക്കനാണ്. but he never saw what it cost him. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു പിന്നല്ലേ. നാരായണൻ, സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷൻ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഇത് കഴിയൂലേ? അതെന്താണ് അങ്ങനെ ഒരു ചോദ്യം? കഴിഞ്ഞോന്ന് തീർക്കാൻ ഉദ്ദേശമില്ല തോന്നുന്നു. സീരിയസ്ലി മാൻ, ഇത് തീരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇത് നന്നായി ഗംഭീരായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആസ് എ പ്രേക്ഷകൻ ഇതിന്റെ അടുത്ത ഭാഗം വരണം എന്ന് ആഗ്രഹിക്കും. അത് വന്നാലും ഹാപ്പി എന്നേ പറയാനുള്ളൂ. ഞാൻ സത്യത്തില് ട്രെയിലർ കാണണ്ടെന്ന് വിചാരിച്ചു. സീരിയസ്ലി കാണണ്ടെന്ന് വിചാരിച്ചു. കാരണം പടം ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. അപ്പോൾ പോയിട്ട് അത് കാണാം. ടീസർ നമ്മൾ കണ്ടു, ഇതിലും പ്രത്യേകിച്ചൊന്നും സൂചനകളൊന്നും തന്നിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ടീസർ കണ്ടു. ഇനി ട്രെയിലർ കാണാതെ നേരെ സിനിമ കാണാൻ പോവാന്നുള്ളതായിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എന്താ അറിയില്ല, നമ്മുടെ ഒക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസ് ആണ് ദൃശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ലേറ്റ് ആയതിന്റെ റീസൺ തന്നെ അതാണ്. എനിക്ക് ക്ഷമ കിട്ടുന്നില്ല കാണാതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്നതാണ്. എന്താണ് ട്രെയിലറിൽ എന്താണ് അവർ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അറിയാം. 2 മിനിറ്റൊന്നും കൂടിയും കണ്ടപ്പോ എന്നാ പിന്നെ എന്തായാലും കണ്ടേക്കാന്നുള്ളൊരു മൂഡിലാണ് ഞാനിപ്പോ റിയാക്ഷനും കൂടിയും ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഇരിക്കുന്നത്. ബിക്കോസ് അത്രയും ക്യൂരിയോസിറ്റി, അത്രയും എക്സൈറ്റ്മെന്റ് ഈ സിനിമയുടെ കാര്യത്തിൽ എനിക്കുണ്ട്. ഇപ്പൊ മറ്റേ CBI എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യത്തിലും മറ്റേ 5 ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഒരുപാട് നാൾക്ക് ശേഷമാണ് CBI വരുന്നത്. അപ്പോൾ മമ്മൂക്ക ഈസ് ബാക്ക് വിത്ത് ദാറ്റ് ഫ്രാഞ്ചൈസ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ അന്ന് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ 5 പൊട്ടി. അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത ഒരു ഭാഗം വരികയാണെങ്കിൽ തന്നെ എന്താ പറയാ, എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ ദൃശ്യത്തിന്റെ കേസിൽ അങ്ങനെയല്ല. വന്ന 1 ഗംഭീര ഹിറ്റ്, 2 എന്താണ് പറയാ OTT ഇറങ്ങി, അതും ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ അത്രയും സക്സസിൽ നിൽക്കുന്ന ഒരു ഫ്രാഞ്ചൈസിന്റെ 3ാം ഭാഗം വരുന്ന സമയത്ത് അതും ഇനി എന്താ പുതിയതായിട്ട് അവർക്ക് 3ന്റെ അകത്ത് കാണിക്കാനുള്ളത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കിടക്കുന്നുണ്ട്. കാരണം 2 എൻഡ് ആയത് അങ്ങനെയാണ്. മീൻസ് ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ 3 ഉണ്ടെങ്കിൽ എന്താ ഇനിയിപ്പോ അവര് ചെയ്യാ, നമുക്ക് വലിയ പിടുത്തൂല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 കൊണ്ട് വരുന്നത്. അപ്പൊ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റി നല്ല രീതിയിൽ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ത്രില്ലർ സാധനങ്ങള്, അല്ലെങ്കിൽ ഇത്രയും, അതായത് ത്രില്ലർ സാധനങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ഗംഭീരമാണ് എന്നുണ്ടെങ്കിൽ, ഗ്രിപ്പിംഗ് ആയിട്ടാണ് ആ സിനിമ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കണ്ടോണ്ടിരിക്കാൻ. വല്ലാത്തൊരു അനുഭവമായിരിക്കും നമുക്ക് കിട്ടുക.
അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഈ സിനിമയുടെ കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ക്ഷമ തെറ്റിയത് കൊണ്ടാണ് സിനിമ വരെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ ട്രെയിലർ വന്നപ്പോൾ അത് കാണാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. ആദ്യം വേണ്ടാന്നായിരുന്നു, കാണാൻ തീരുമാനം എടുത്തത് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആക്രാന്തം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി ഞാൻ ഈ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്താ പറയാ ലാലേട്ടനെ കാണിക്കുന്ന സമയത്ത് കുറച്ച് എക്സൈറ്റഡ് ആയി, അല്ലെങ്കിൽ കുറച്ച് ഞാൻ ഒരു ഇതായിപ്പോയി, ഞാൻ റെസ്ലെസ് ആയിപ്പോയി. കാര്യം നമ്മൾ ലാലേട്ടന്റെ എന്താ പറയാ പല സിനിമകൾ അയാൾ ഏത് റേഞ്ചിൽ നിൽക്കുന്ന ആക്ടറാണെന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം അയാൾ എവിടെ നിൽക്കുന്നതാണെന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ആ കൊതി മാറുന്നില്ല. പുള്ളിയുടെ അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് അത് മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ മതി. അതിപ്പോ പുള്ളിയുടെ കണ്ണിലായിക്കോട്ടെ, കയ്യിലായിക്കോട്ടെ, കാലിൽ വരുന്ന സംഗതികളായിക്കോട്ടെ, ചെറുതായിട്ട് വരുന്ന ഇവിടെ ഈ ഭാഗങ്ങളിൽ പോലും പുള്ളിയുടെ ചില അനക്കങ്ങൾ, ചില എന്താ പറയാ സിറ്റുവേഷൻസിൽ വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് എത്ര കണ്ടാലും മടുക്കൂല, അല്ലെങ്കിൽ നമുക്കത് കാണാനുള്ള ആക്രാന്തം പ്രേക്ഷകൻ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പം മറ്റേ തുടരും എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് വരെ നമ്മൾ പുള്ളിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ അഭിനയ പ്രാധാന്യമുള്ള നല്ല ക്യാരക്ടർ പരിപാടികൾ കമ്മിയായിരുന്നു പുള്ളി എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സാഹചര്യത്തിലാണ് തുടരും കിട്ടിയത്. അപ്പൊ തുടരത്തില് മറ്റേ ആ ബാത്റൂമിൽ ഉണ്ടായിരുന്ന ആ സീനും മൊത്തത്തിൽ അതൊക്കെ കണ്ട സമയത്ത് നമ്മൾ കുറെ നാൾക്ക് കേട്ടിട്ടാ പുള്ളിനെ അങ്ങനെയൊക്കെ കാണുന്നത്, അഭിനയിക്കുന്ന പരിപാടികൾ കാണുന്നത്. അപ്പൊ ഇതൊരു കൊതിയാണ്. അങ്ങനെ കൊതിച്ചിരിക്കുന്ന പ്രേക്ഷകന്റെ മുമ്പിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈസ് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റൂല. ഇപ്പൊ ഈ ഒരു ദൃശ്യത്തിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ടീസർ റിയാക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് തന്നെ കുറേ സാധനങ്ങളുണ്ട്. മൈന്യൂട്ട് ആയിട്ടുള്ള ചില എക്സ്പ്രഷൻസ്, മൂപ്പരുടെ ഒരു വെപ്രാളം കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധി ഉപയോഗിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാവുന്ന ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ്, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരുപാടുണ്ട്. 1ലും 2ലും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ 3ലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് വളരെ ആക്രാന്തത്തോടു കൂടി കാത്തിരിക്കുന്നത് ഓഫ് കോഴ്സ് ജീത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ലാലേട്ടന്റെ ആ ഒരു പ്രകടനം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. കാര്യം നമുക്ക് ഈ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ മമ്മൂട്ടി ഫാനാണ്. എനിക്ക് മമ്മൂക്കയുടെ എന്താ പറയുക ഈ ആക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് കാണും. പക്ഷെ അതിനെക്കാട്ടിലും എന്നെ കൂടുതൽ തിയേറ്ററിലേക്ക് വലിക്കുന്നത് അങ്ങേരുടെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ വരുന്ന സമയത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മറ്റേ റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, ബ്രഹ്മയുഗം, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വന്ന സമയത്തായിരുന്നു എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ്. ഈ അടുത്ത കാലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് കളങ്കാവല്, ഇപ്പൊ ലാലേട്ടന്റെ കേസ് ആണെങ്കിലും പറയുമ്പോൾ അങ്ങനെയൊക്കെ വേറെ ആക്ടർ, റേഞ്ച് ആക്ടർ അല്ലേ. അപ്പോ പുള്ളിയുടെയും അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങൾ വരുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ കാണാൻ താല്പര്യം. കാരണം അയാളുടെ മുമ്പത്തെ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങേരൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ ചെറിയ പരിപാടി നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടിയ പോലെ നമ്മൾ വളരെ ഹാപ്പിയാണ്. ലാലേട്ടൻ ഈസ് ലാലേട്ടൻ മാൻ, ലാലേട്ടൻ ഈസ് ലാലേട്ടൻ. സോ വെയിറ്റിംഗ് ഫോർ ദ മൂവി. വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ എക്സൈറ്റഡ് ആയിട്ട്, വളരെ പ്രതീക്ഷയോടുകൂടി. എനിക്ക് പ്രതീക്ഷയിൽ ഒരു കുറവുമില്ല. ഇതും ഹെവി ആവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. 2 OTT-യിലായി പോയി, തിയേറ്ററിൽ മിസ്സായ ഒരു പടമാണ്. ആ ഒരു സങ്കടം ഇതിൻ്റെ അകത്ത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, വിഷ് ചെയ്യുന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് 21-ാം തീയതി. അപ്പൊ ഈ പടം അത്രയും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരികയാണ് എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി നമുക്ക് തന്ന ട്രീറ്റ് ആണത്. അപ്പോ അത് ഗംഭീരാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സക്സസ് ആക്കി നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി പറ്റും. അത് ഗംഭീരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയും കൂടി ഒരു ഗിഫ്റ്റ് തരുന്നു. ആ പടം സക്സസ് ആയി അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസ് തിരിച്ച് കൊടുക്കുമെന്നുള്ളതാണ്. അതിന് ജീത്തു ജോസഫ് അതിനനുസരിച്ചിട്ടുള്ള പണി ഇതിന്റെ അകത്ത് പണി വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പൊ സംഭവിക്കട്ടെ, ഗംഭീരാവട്ടെ. ദൃശ്യം 3 വേറെ ലെവലാവട്ടെ. ദാറ്റ്സ് ഇറ്റ്. കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.